So dear students, welcome back to the class. Today we are going to the second chapter. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നോ ടീച്ചർ കഴിഞ്ഞ ദിവസം? ഇത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പിലത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. Don't worry, we'll start from the beginning today. See, adaptation in plants. Plants എങ്ങനെയാണ് അതിന്റെ ആ ചുറ്റുപാടുകളോട് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അഡാപ്റ്റ് എന്ന് പറഞ്ഞാല് പൊരുത്തപ്പെട്ടു പോകുക അല്ലെ? അതിന്റെ ആ ഒരു പ്രകൃതിയോട്, അതിന്റെ ആ ചുറ്റുപാടുമുള്ള ആ പ്രകൃതിയുമായിട്ട് അതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ മക്കളെ, plants grow almost everywhere. Yeah, we can see the plants everywhere. എവിടെ നോക്കിയാലും നമുക്ക് ഈ പ്ലാന്റ്സിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Then on mountain slopes, on ocean beds, in desert and in river valleys. എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും? മൗണ്ടൻ സ്ലോപ്പിൽ കാണാൻ പറ്റും അല്ലേ? പിന്നെയോ ഓഷ്യൻ ബെഡ്സിൽ കാണാൻ പറ്റും, ഡെസേർട്ടിലുണ്ട്, അതുപോലെ റിവർ വാലീസിലും നമുക്ക് പ്ലാന്റ്സിനെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാം ഓരോ പ്രദേശത്തെയും എന്താണ് ഈ പറഞ്ഞ ഓരോ സ്ഥലത്തെയും ചുറ്റുപാടുകൾ വ്യത്യാസമുണ്ട്. അവിടുത്തെ പ്രകൃതിയുടെ എന്താണ് ആ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ചില സ്ഥലത്ത് ഒരുപാട് വെള്ളമുള്ളതായിരിക്കാം, ചില സ്ഥലത്ത് അധികം വെള്ളം ഇല്ലാത്തതായിരിക്കാം അല്ലെ? ചില സ്ഥലത്ത് ഒത്തിരി മഴ കിട്ടുന്നതായിരിക്കാം, ചില പ്രദേശങ്ങളിൽ മഴ തീരെ കുറവുള്ളതായിരിക്കാം. അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലത്തും പ്രത്യേകതരം പ്ലാന്റ്സ് വളരുന്നുണ്ട്. അപ്പൊ ആ പ്ലാന്റ്സ് എങ്ങനെയാണ് അതിന്റെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. While plants like cactus grow in desert, plants like the water lily grow in water. Cactus and water lily are very different from each other. അല്ലേ? കാറ്റസ് പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലേക്ക്. അത് ഡെസേർട്ടിൽ അല്ലെ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അതുപോലെ വാട്ടർ ലില്ലിയെ കുറിച്ച് പറയുമ്പോഴോ അത് വെള്ളത്തിലാണ് അല്ലെ? അപ്പൊ ഡെസേർട്ടിലുണ്ട് പ്ലാന്റ്സ്, അതുപോലെ വാട്ടറിൽ വെള്ളത്തിലുമുണ്ട് അല്ലെ? മരുഭൂമിയിലും വെള്ളത്തിലും ഒക്കെ എന്തുണ്ട്? നമ്മുടെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോ അവർക്ക് തമ്മിൽ അവർ പല കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കും. മരുഭൂമി വളരുന്ന ഒരു ചെടിയും വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കും. അപ്പോ എങ്ങനെയാണ് അവർ അവരുടെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് നമുക്ക് നോക്കാം. Let us understand how and why plants differ from each other. നമുക്കപ്പോ ഈ ചാപ്റ്ററിൽ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്, ഏതെല്ലാം വിധത്തിലും രീതിയിലുമാണ് ഈ പ്ലാന്റ്സ് തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അപ്പോ ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ കുറിച്ച് നമുക്കിപ്പോ പഠിക്കാം. കരയിൽ ഉള്ള പ്ലാന്റ്സ്. Most plants grow on land. Such plants are called terrestrial plants. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്താണ് എന്നുള്ളത് ഈ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? മനസ്സിലായോ എന്താ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്? നോക്കിയേ, മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ ഓൺ ലാൻഡ് അല്ലെ? ഒരുപാട് വെള്ളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്ലാന്റ്സ് എവിടെയുണ്ട്? ലാൻഡിലുണ്ട്, കരയിലുണ്ട് അല്ലെ? അപ്പൊ ആ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്താണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്? കരയിലുള്ള, വെള്ളത്തിലല്ലാതെ ഉള്ള എല്ലാ പ്ലാന്റ്സും ഏതിൽ വരുന്നതാണ്? ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, there are different types of terrestrial plants. അപ്പോ terrestrial plants എന്ന് പറഞ്ഞാൽ in common അല്ലെ? As a whole we call terrestrial plants such plants which grow on land അല്ലെ? ലാൻഡിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സിനെയും ടുഗദർ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. ഇനി അവയും വ്യത്യസ്തരുണ്ട്, അവരും പല വിധത്തിൽ വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന്? മനസ്സിലായില്ലേ? മനസ്സിലായോ? ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, കരയിലുള്ള എല്ലാ പ്ലാന്റ്സിനെയും ടുഗദർ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. ഓക്കെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? ദേവാഞ്ജന മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ അവിടെ ചുറ്റുവട്ടം നോക്കുന്ന എന്തേ? മനസ്സിലായോ? യാ, മനസ്സിലായി. യെസ്. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നോക്കുക. ഇൻ ഹില്ലി ഏരിയാസ്, ഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുന്നാണ് അല്ലെ? കുന്നും മലകളും ഒക്കെയാണ്.
അപ്പൊ in hilly areas നോക്കി, in places where there is plenty of rainfall and sunshine, plants can make food easily. എന്താ പറയുന്നത് ഒന്നുകൂടെ നോക്കിയേ. In places where there is plenty of rainfall and sunshine, plants can make food easily. അല്ലെ, പ്ലാന്റ്സിന് എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന എവിടെയൊക്കെയാണ്, എവിടെയാണോ പ്ലെന്റി ഓഫ് റെയിൻ, ആവശ്യത്തിന് മഴയും അതുപോലെ സൺലൈറ്റും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ്സിന് ഈസി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ ഇല്ലേ, അവർക്ക് വെള്ളവും പ്രകാശവും ഒക്കെയാണ് വേണ്ടത്. അതൊക്കെ കിട്ടുന്നിടത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവർ ഈസി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. Then, thus they grow well all throughout the year. അപ്പൊ അങ്ങനെ അവർക്ക് എപ്പോഴും ആവശ്യത്തിന് മഴയും ആവശ്യത്തിന് സൂര്യപ്രകാശവും ഒക്കെ കിട്ടുമ്പോ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഓൾ ഓവർ ദ ഇയർ, ഓൾ ത്രൂ ദ ഇയർ അവർ വളർന്നുകൊണ്ടേയിരിക്കും. കോണിഫറസ് ട്രീസ് ഗ്രോ ഓൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. അപ്പൊ ഈ പറയുന്ന കോണിഫറസ് ട്രീസ് എവിടെയാണ് വളരുന്നത്? അവർ വളരുന്നത് ഹിൽസിലും മൗണ്ടൻസിലുമാണ്. അവർ വളരുന്നത് ഹിൽസ്, കുന്നൊക്കെ ഉള്ള കുന്നും പ്രദേശങ്ങളിലൊക്കെയാണ് ഈ കോണിഫറസ് ട്രീസ് കാണപ്പെടുന്നത്. Then they do not have much space to spread out. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. മീൻസ് ഹില്ലി ഏരിയസ് ഒക്കെ ആകുമ്പോൾ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ ഇഷ്ടംപോലെ സ്ഥലമൊന്നുമില്ല, അവർക്ക് സ്പ്രെഡ് ആയിട്ട് വിശാലമായിട്ട് പടർന്നു കിടന്ന് വളരാനുള്ള സ്ഥലമൊന്നും അവർക്ക് അവിടെ കിട്ടത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. സോ ദേ ഗ്രോ ടോൾ ടു റിസീവ് സൺലൈറ്റ്. അപ്പോ അവർക്ക് ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടി വളരുന്നതിന് വേണ്ടി അവർ നല്ല ഉയരം വെക്കുന്നു. ടോൾ, അവർ സ്പ്രെഡ് ചെയ്ത് വളരുകയല്ല ചെയ്യുന്നത്, അവർ ഉയരത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പടർന്നു കിടന്ന് വളരുമല്ല, അവർ നല്ല ടോൾ ആയിട്ട് മുകളിലേക്ക് വളരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെ ടോൾ ആയിട്ട് വളരുന്നതിന്റെ കാരണം എന്താ പറഞ്ഞത്? അവർ വളരുന്നത് എവിടെയാ? ഹില്ലി ആൻഡ് മൗണ്ടൻ ഏരിയസിലാണ് അല്ലേ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത് നമ്മള്? അവിടെ അവർക്ക് ആവശ്യത്തിന് സ്ഥലമില്ല. ദേ ഡോണ്ട് ഹാവ് ഇനഫ് സ്പേസ് ടു സ്പ്രെഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ടോളായിട്ട് വളർന്നു പോകുന്നു. നേരെ മുകളിലേക്ക് പോകുന്നതിന് മറ്റു ആരുടെ സഹായം വേണ്ടല്ലോ, സ്പേസ്. മുകളിലേക്ക് അവർക്ക് ആവശ്യത്തിന് വളർന്ന് പോകാൻ സാധിക്കും. സൈഡ് വേസിലേക്ക് പടരുമ്പോഴാണ് അടുത്ത മറ്റു വൃക്ഷങ്ങളൊക്കെ കൊണ്ട് അവർക്കത് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് അവര് മുകളിലേക്ക് വളർന്ന് വരുന്നു. സോ they have sloping branches that help snow to slide off. അവരുടെ ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ശിഖരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്ലോപ്പിംഗ് ആണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞാണുള്ളത്. അപ്പൊ എന്താണ്, അതിലേക്ക് സ്നോ വീണാൽ, മഞ്ഞൊക്കെ വീണാല് ആ ഇലയിൽ നിന്ന് ആ മഞ്ഞ് ഒഴുകി താഴേക്ക് പോകുന്നു. കാരണം അത് സ്ലോപ്പിംഗിലാണ് ഉള്ളത്. അതിന്റെ ഇല ഓൾറെഡി നിങ്ങൾ കണ്ടോ, പിക്ചർ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പിക്ചർ ഉണ്ട്. അതിന്റെ ഇലകൾ കണ്ടോ, ചെരിഞ്ഞല് താഴോട്ട് തൂങ്ങിയ നിൽക്കുന്നത് അല്ലെ, തൂങ്ങി നിൽക്കുന്ന ഇലകളാണുള്ളത്. അപ്പോ അതിലേക്ക് ഈ സ്നോ വീഴുമ്പോൾ എന്ത് ചെയ്ത് സംഭവിക്കുന്നത്? സ്നോ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകുന്നു. അപ്പോ അതിന്റെ സ്ലോപ്പിംഗ് ലീവ്സ് അതിനെ ഈ സ്നോയെ ഫ്ലോ ഓഫ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, സ്ലൈഡ് ഓഫ്. Most conifers are evergreen. This means they do not shed their leaves at once. അപ്പൊ ഈ കോൺഫിഡൻസ് ട്രീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർ ഇല പൊഴിക്കത്തില്ല. അവർ എവർഗ്രീൻ ആയി എപ്പോഴും നല്ല പച്ച കളറായിട്ട് നിൽക്കും, ഇല പൊഴിയുന്നില്ല. They do not have flowers, as flowers would not be able to stand the extreme cold climate. അപ്പോ ഈ കോൺഫിഡൻസ് ട്രീസിന് പൂക്കൾ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? അവർ വളരുന്നത് നല്ല തണുപ്പുള്ള പ്രദേശത്താണ് അല്ലെ, നല്ല സ്നോ ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആ തണുപ്പിനെ, ഫ്ലവേഴ്സിന് ആ തണുപ്പില് നിലനിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അത്തരം പ്ലാന്റ്സില് എന്തുണ്ടാവുന്നില്ല? ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ് ഹില്ലി ഏരിയസിലുള്ള ടെറസ്ട്രിയൽ പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാന്ന് നോക്കിയേ. In places where there is plenty of rainfall and sunshine, plants can make food easily. നമ്മൾ പറഞ്ഞു അല്ലെ, എവിടെയാണോ അവർക്ക് ആവശ്യത്തിന് വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്നത് അവിടെ അവർ ഈസി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. Plants can, okay, thus they grow well all throughout the year. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് all throughout the year നന്നായിട്ട് വളർന്നു വരുന്നു. Then they do not have much space to spread out, so they grow tall to receive sunlight. അവർക്ക് എന്താണ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പടർന്ന് വിശാലമായിട്ട് വളരാനുള്ള സ്ഥലമൊന്നും അവർക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു?
they grow straight. അവര് മുകളിലേക്ക് വളർന്നു പോകുന്നു. അങ്ങനെ അവർക്ക് ആവശ്യത്തിന് സൺലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. They have sloping branches that help snow to slide on. അപ്പൊ അവരുടെ ബ്രാഞ്ചുകളുടെ അവരുടെ ശിഖരങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് സ്ലോപ്പിംഗ് ആണ് അല്ലെ? ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് ലേശം ചെരിഞ്ഞിട്ടാണ് അവരുടെ ബ്രാഞ്ചസ് ഉള്ളത്. അപ്പോ ഓട്ടോമാറ്റിക്കലി എപ്പോഴാണ് സ്ലോ അത് വീഴുമ്പോൾ അത് താഴേക്ക് വീഴുന്നു. ഓക്കെ. Most conifers are evergreen. This means they do not shed their leaves at once. അപ്പോ എവർഗ്രീൻ ആണ്, എപ്പോഴും നല്ല ഗ്രീൻ കളറിലാണ് ഇവർ കാണപ്പെടുന്നത്. കാരണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവര് ഇല പൊഴിക്കുന്നില്ല. They do not have flowers, as flowers would not be able to stand the extreme cold climate. അവർക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, അതിൽ പൂക്കൾ ഉണ്ടാവില്ല. കാരണം എന്താ? അവരുടെ ക്ലൈമറ്റ് എക്സ്ട്രീം കോൾഡ് ആണ് അല്ലെ? നല്ല കോൾഡ് ഉള്ള സ്ഥലത്താണ് അവര് ഉള്ളത്, ഈ കോൺഫിഡൻസ് ട്രീസ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അവിടെ ഫ്ലവറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ആ ക്ലൈമറ്റിന്. അതുകൊണ്ട് തന്നെ ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല. ഇനിയോ അടുത്ത എന്താന്ന് നോക്കിയേ. They have cones which bear seeds inside them. അപ്പോ അതിന്റെ മുകളിലൊരു എന്താണ്, അതിന്റെ വിത്തുണ്ട്. ഓക്കെ, അതിനകത്ത് സീഡ്സ് ഒക്കെ അതിന്റെ കോൺ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ അതിനുള്ളില് എന്താണ്, അതിന്റെ ഒരു ഫ്രൂട്ട് ആണത്. ഓക്കെ, അപ്പൊ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ട് അതിനുണ്ട്, അതിനകത്ത് അതിന്റെ വിത്ത് ഉണ്ട്. The leaves of conifers have very few stomata, so they do not lose much water. അപ്പോ ഈ കോൺഫിഡൻസ് ട്രീസിന്റെ ലീവ്സില് സ്റ്റൊമാറ്റ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ടൈനി ഓപ്പണിങ്സ് ആണ് അല്ലെ? അണ്ടർ പാർട്ട് ഓഫ് ദ ലീഫ് നമ്മൾ പഠിച്ചു. അപ്പോ ഈ കോൺഫിഡൻസ് ട്രീസിന്റെ ലീവ്സിന് എന്തില്ല, ഒരുപാട് സ്റ്റൊമാറ്റോസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വെള്ളം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. So they do not lose much water. This is important because these trees do not get water in winters. കാരണം എന്താണ്, അത് ആ ട്രീക്ക് ലീവ്സിന് സ്റ്റൊമാറ്റ വളരെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവർ ശേഖരിച്ചു വെക്കുന്ന വെള്ളം ഒന്നും അതിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ ഒരു പ്രകൃതി, ആ ഒരു സ്വഭാവം അതിന്റെ ഇലകൾക്കുള്ളത് ഈ പ്ലാന്റിനെ എന്ത് സഹായിക്കുന്നു? വിന്റർ സീസണിൽ ഈ പ്ലാന്റിന് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. കാരണം ആ സമയത്ത് ഇതിന് വെള്ളം കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ കോൺഫിഡൻസ് ട്രീസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്തേ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചേ. എവിടെ വരെ? ടെറസ്ട്രിയൽ പ്ലാന്റ്സ് മുതൽ എല്ലാവരും വായിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കീപ് യുവർ ഫിംഗർ, നിങ്ങളുടെ വിരൽ അവിടെ വെച്ചിട്ട് വേണം വായിക്കാൻ. ആരുടെയൊക്കെ വാനങ്ങാത്ത ഞാൻ നോക്കട്ടെ. ഫാത്തിമ, മെഹ്ഫൂസ, വായിച്ചേ. മുഹമ്മദ് നിഹാൽ വായിക്കുന്നില്ലേ? വായിക്ക്. സെറ വായിച്ചേ വേഗം. ഷംവീൽ വായിക്കുന്നില്ല? ഷംവീലിന്റെ വായനങ്ങൊന്നും കാണുന്നില്ലല്ലോ. ക്രിസ്റ്റീസിന്റെ വായിച്ചു കഴിഞ്ഞോ? കച്ചിത്തി വായിക്കേ. വായിച്ചു കഴിയുമ്പോൾ ടീച്ചർക്ക് ഒരു തമ്പ് തരിക. I can finish.
Yes, Fatima finished reading. Agnes has finished reading. Yeah, Shamvil, Sarah, Yebin Biju. Okay. Christy Cinder, Shafi. Okay. Yeah, Devanjana, Seba. Okay. Yeah, almost all have finished. Adidev has not finished. Andros, Vaichanyam. Yeah, Adidev has finished. Ready. അപ്പൊ ഈ വായിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാല് വായിച്ചു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ എവിടെയെങ്കിലും? That means you have understood. ക്ലിയർ ആയി അല്ലേ? ഈ പാർട്ട് ടീച്ചർ കഴിഞ്ഞൊരു ക്ലാസ്സിൽ എടുത്തതായിരുന്നു, എങ്കിലും നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി ഈ ഭാഗം ടീച്ചർ എടുക്കില്ലേ, ഇനി ഇത് പറഞ്ഞു തരത്തില്ല കേട്ടോ. എന്താ ആഗ്നസ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഡെസേർട്ട്. ഇൻ ഡെസേർട്ട്, മരുഭൂമിയിൽ എങ്ങനെയാണ്, എന്താണ് അവരുടെ പ്രത്യേകത എന്ന് നോക്കാം. There is very little rainfall in deserts. Plants that grow in desert collect a lot of water when it is available and store it. How do they do this? അപ്പൊ എന്താ പറയുന്നത്, ഡെസേർട്ടിലെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് ഡെസേർട്ടിലെ പ്രത്യേകത? There is very little rainfall. ഇവിടെ റെയിൻഫോൾ തീരെ കുറവാണ്, മഴ തീരെ കുറവാണ് ഡെസേർട്ടിലുള്ളത്. അപ്പോ എന്താ സംഭവിക്കുന്നത്? Plants that grow in deserts collect a lot of water when it is available and store it. അപ്പൊ ഈ ഡെസേർട്ടിലൊക്കെ വളരുന്ന പ്ലാന്റ് എന്താ ചെയ്യുന്നറിയോ? അവർക്കൊരു മഴ, വല്ലപ്പോഴും ഒക്കെ ഒരു മഴ കിട്ടും. ആ മഴ കിട്ടുമ്പോ ആ മഴയിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളം അവര് കളക്ട് ചെയ്ത് വെക്കും. വെള്ളം കിട്ടുന്ന സമയത്ത് അവര് പിന്നീടത്തേക്കുള്ള യൂസിന് വേണ്ടിയിട്ട് കൂടി അവര് കളക്ട് ചെയ്ത് വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ അതിനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഡെസേർട്ടിലുള്ള പ്ലാന്റ്സിന് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ അത്രയും? Once again, look at there. There is very little rainfall in deserts. Plants that grow in deserts collect a lot of water when it is available and store it. How do they do this? Okay, ഇനി അവരത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോ പറഞ്ഞു അവർക്ക് എപ്പോഴെങ്കിലും മഴ കിട്ടുമ്പോ അവരത് ആവശ്യത്തിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവരത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത്രയൊന്നും കൂടെ വായിച്ചു നോക്കി. ഇപ്പോഴത്തെ ആ ചെറിയ പാരഗ്രാഫും കൂടെ എല്ലാവരും ഒന്ന് വായിച്ചേ. Yeah. എല്ലാരും വായിച്ചു കഴിഞ്ഞു അല്ലേ?
അതോടൊപ്പം ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും നിങ്ങൾ എല്ലാവരും 1ാം പാഠത്തിന്റെ എക്സസൈസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ എക്സസൈസ് ഏതെങ്കിലും കംപ്ലീറ്റ് ആക്കാത്ത കുട്ടികള്? ഷെഫി നോട്ട് കംപ്ലീറ്റ് ആയായിരുന്നു നമ്മളെ. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ വിളിച്ചിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ബാക്കി ആഗ്നസിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു ഇത് കിട്ടാനുണ്ട് അല്ലേ ആഗ്നസ്? അത് കിട്ടിയായിരുന്നു നമ്മളെ. എഴുതിയിട്ടുണ്ടോ അത്? അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റ്യൻസ് ആഗ്നസിന് ഒരെണ്ണം കൂടെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആഗ്നസ് കേൾക്കുന്നില്ലേ? പറ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. പറഞ്ഞു. ആയില്ല, അൺമ്യൂട്ട് ആയില്ല. ആഗ്നസ് അൺമ്യൂട്ട് ചെയ്തേ മോളെ. കേൾക്കുന്നില്ലേ? ആഗ്നസിന് കേൾക്കുന്നില്ല. കിട്ടി. ഓക്കെ. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ മോളെ. ഓക്കെ. ഓക്കെ. അപ്പോ ഇന്ന് ഞാൻ ഈ ഒറ്റ ഭാഗം ഇന്ന് എടുക്കുന്നുള്ളൂ. ഇൻ ഡെസേർട്സ് അടുത്ത ക്ലാസ് എടുക്കാം. ഇന്ന് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്താണെന്നും പറഞ്ഞു തന്നു. ഇൻ ഹില്ലി ഏരിയസിലുള്ള ഈ പ്ലാന്റ്സിന്റെ പ്രത്യേകതകളും പറഞ്ഞു തന്നു. അപ്പൊ ഇന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് നിങ്ങളിത് പറഞ്ഞു തരണം. ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്താന്ന് ഞാൻ ചോദിക്കും. അതുപോലെ ഹില്ലി ഏരിയസിൽ വളരുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകതകളും അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഓക്കെ. ഇനി പറഞ്ഞു, ഏതെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ 2 പോയിന്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. നമ്മൾ പതുക്കെ പോകുന്നുള്ളൂ. ഈ 2 പോയിന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇപ്പൊ ചോദിച്ച പറഞ്ഞു തരും. അടുത്ത ക്ലാസ്സിൽ ഞാൻ അങ്ങോട്ടാ ചോദിക്കുക. അപ്പോൾ ഒരു ഡൗട്ടും പറഞ്ഞു തരൂല. ഓക്കെ. ഒരു പ്രാവശ്യം കൂടി ടീച്ചർ അത് വായിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. കീപ് യുവർ ഫിംഗർ. ഓക്കെ. നിങ്ങളുടെ ഫിംഗർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വെക്കുക. Adaptation in plants. Plants grow almost everywhere, on mountain slopes, on ocean beds, in deserts, and in river valleys. While plants like the cattails grow in deserts, plants like the water lily grow in winter. Cattails and water lily are very different from each other. Let us understand how and why plants differ from each other. Okay? In terrestrial plants, most plants grow on land. Such plants are called terrestrial plants. There are different types of terrestrial plants. Okay. In hilly areas, in places where there is plenty of rainfall and sunshine, plants can make food easily. Thus, they grow well all throughout the year. Coniferous trees grow in hills and mountains. They do not have much space to spread out, so they grow tall to receive sunlight. They have sloping branches that help snow to slide off. Most conifers are evergreen. This means they do not shed their leaves at once. They do not have flowers, as flowers would not be able to stand the extreme cold. They have cones which bear seeds inside them. The leaves of conifers have very few stomata, so they do not lose much water. This is important because these trees do not get water in winter. In desert, a small paragraph. There is very little rainfall in desert. Plants that grow in deserts collect a lot of water when it is available and store it. How do they do this? അപ്പോൾ അവരത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്
ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്താന്ന് പഠിച്ചു? ഹില്ലി ഏരിയസിൽ. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു അത് കരയിൽ വളരുന്ന ലാൻഡിലുള്ള എല്ലാ പ്ലാന്റ്സിനെയും നമ്മൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ലാൻഡിലും പല വ്യത്യാസം ഉണ്ടല്ലേ, മരുഭൂമി ഉണ്ട്, എന്താണ് പിന്നെ മാർഷി ഏരിയാസ് ഉണ്ട്, മീൻസ് ചതുപ്പ് നിലമുണ്ട്, ഒരുപാട് എന്താണ് വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലമുണ്ട് അല്ലെ, പിന്നെയോ ഹിൽ ആൻഡ് മൗണ്ടൻ ടോപ്സ് ഉണ്ട്, അങ്ങനെ പല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഓരോ ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കും. പക്ഷെ ആസ് എ ഹോൾ വെള്ളത്തിലും കരയിലുമുള്ള രണ്ട് തരം പ്ലാന്റ്സ് അല്ലെ, വാട്ടർ പ്ലാന്റ്സ് ആൻഡ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പഠിച്ചു. അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സിലെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, അത് ഹില്ലി ഏരിയാസിലുള്ള ട്രീസിനെ കുറിച്ച് അല്ലെ. പിന്നെ ഇനി അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും ഡെസേർട്ടിനെ കുറിച്ച്, പിന്നെ പ്ലെയിൻസിനെ കുറിച്ച്, ദെൻ മാർഷി ഏരിയ. മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ചതുപ്പ് നിലവാട്ടോ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്വാട്ടിക് പ്ലാന്റ്സിനെ കുറിച്ച് ആണ്. അക്വാട്ടിക് പ്ലാന്റ്സ് അത് വാട്ടർ പ്ലാന്റ്സിലേക്ക് വരുന്നപ്പോഴേക്കും. അപ്പോ ടെറസ്ട്രിയൽ ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായില്ലേ മക്കളെ? യെസ്, യു ഗോട്ട് ഇറ്റ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? Do you have anything to ask? എല്ലാവരുടെയും നോട്ട് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആണല്ലോ അല്ലേ? അപ്പോ there is one more thing. I'll take your attendance now. Sridev Krishna. Krishna Devanjana RK. Fatima Mahfusa. Seba. Adidev. Suryadev. Sarah. Agnes. Ibn Biju. Muhammad Nihal. Shambil. Shefi. Andros. Christy Sindo. എല്ലാവരുടെയും പേര് ടീച്ചർ വിളിച്ചില്ലേ? ഓക്കെ, okay then shall we wind up? Yes. എന്താ മോളെ ദേവാഞ്ജനെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, എന്താ പറയുന്നുണ്ടായിരുന്നല്ലോ? പറ. ഹരീഷന്റെ മാർക്ക് കിട്ടിട്ടാ? ഞാൻ ഗ്രൂപ്പിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ കണ്ടിട്ടില്ലേ? നോക്കാട്ടാ, ഞാൻ കുറെ ഗ്രൂപ്പിലെ കണ്ടതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടിരുന്നു. മോള് പേഴ്സണൽ ആയിട്ടാണോ അയച്ചത്? പേഴ്സണൽ ആയിട്ടാണോ അയച്ചത് ദേവഞ്ജന? ഗ്രൂപ്പിലാണോ ഇട്ടേ? നോക്കാട്ടാ. Okay then.